കൊച്ചിന് ഇവിടെ പ്രവേശനമില്ല. എന്റെ കൊച്ചിനെ ഇതാണ് എന്റെ മിലോ. ഇവിടെ വരാൻ ഭയങ്കര താല്പര്യം, പക്ഷെ ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. വോയിസ് ഓവർ കൊടുക്കാം. ആരാരോ ആരിരാരോ ആരാരോ കടിക്കില്ല. ആരാരോ അമ്മേനെ കടിച്ചാ ചിക്കൻ തരില്ല. ആരാരോ ഇവിടെ വരാൻ ഭയങ്കര താല്പര്യമാണ് ഇതിനെ. ഒരു നിമിഷം കൊണ്ട് ഇതിനെല്ലാം കൂടി ഒരു നിമിഷം കൊണ്ട് ഇനി എല്ലാം കൂടി പിടിച്ച് പീച്ചി കുളിപ്പിക്കാനായല്ലോ. മഞ്ഞപ്പെടുക്കേ ഇവിടെ ഇഷ്ടപ്പെട്ടോ? അപ്പൊ പാരഡൈസ് ഇഷ്ടപ്പെട്ടോ? ബേർഡ് പാരഡൈസ് ഇഷ്ടപ്പെട്ടോ? ഇവിടെ മേയാൻ അങ്ങ് താല്പര്യം, നല്ല താല്പര്യം. പുറത്താക്കട്ടെ നിന്നെ. കൊത്തുകൂടല്ലേ, കൊത്തുകൂട എനിക്ക്. അപ്പൊ നമുക്ക് ഇന്ന് കുറേ ചെടികൾ ഓർഡർ വന്നിട്ടുണ്ട്. അതെല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലേക്ക് കയറി പോകുന്നതാണ്. അപ്പൊ ഇവർക്ക് തീറ്റയും കൊടുത്തു. ഇനി നമുക്ക് സമാധാനമായിട്ട് ഇവിടുന്ന് പാക്ക് ചെയ്യാം. ബാക്കിയെല്ലാം ഞാൻ താഴെ പാക്ക് ചെയ്ത് വെച്ചു, ബാക്കിയെല്ലാം കൊറിയറും. അപ്പൊ ചെടിയും കൂടി പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ കൊറിയറിലേക്ക് കൊണ്ടുപോകാം. അതാണ്. അപ്പൊ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേർഡ്സിന്റെ പാരഡൈസ് ആണ്. കുറേ പച്ചച്ചെടികളും വെള്ളവും ഒക്കെ സെറ്റപ്പ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. പൈപ്പും ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഒരു ബാൽക്കണിയാണ്. അപ്പൊ വലിയൊരു വിശാലമായ ഏരിയ. ഇവിടെ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് കൊടുത്തേക്കുക. പണ്ട് നമ്മുടെ മിലോപ്പൂ ചേർന്ന ഏരിയയില് കൂടല്ലേ ഇപ്പൊ ഞാൻ ഈ 2 ബേഡുകൾക്ക് വേണ്ടി കൊടുത്തേക്കും. ഒരെണ്ണം കുഞ്ഞിതാട്ടോ, 1 month ആയിട്ടുള്ളൂ. അതിനോട് ഭയങ്കര കുശുമ്പ നമ്മുടെ വെല്ലി കളിക്കട്ടോ. അതിന് നമ്മൾ ഓമനിക്കുന്ന എടുക്കുന്ന ഭയങ്കര കുശുമ്പ. അതിന് തള്ളി മാറ്റാൻ നോക്കും. എങ്ങനെയാണ്. അപ്പൊ നമുക്ക് കുറേ എലിയന്റെ കുറെ. അപ്പൊ നമുക്ക് ഇന്ന് കുറേ ചെടികൾ വന്നിട്ടുണ്ട്. മണിമുല്ല, ഗാർലിക് വൈൻ ഉണ്ട്, റംബൂൺ ക്രീപ്പർ ഉണ്ട്. അത് കുറേ ചെടികൾ. കാറ്റ്സ്ക്ലോ അടിപൊളിയാണ്. മണിമുല്ല ഇപ്പൊ എല്ലാവരും മേടിക്കുന്നുണ്ട്. ഇനിയിപ്പോ പൂക്കാൻ തുടങ്ങുന്ന സമയമാണ് മണിമുല്ല. അടിപൊളിയാണ് കൂട്ടുകാരെ. നിറയെ ഒരു വെള്ള സ്വർഗം പോലെ തോന്നും. അത് മുഴുവനും കൂടി വിരിഞ്ഞു കഴിഞ്ഞാൽ വൃന്ദാവനം പോലെ. പിന്നെ നല്ലൊരു നറുമണവും ഉണ്ട്. അതാണ് നമ്മുടെ മണിമുല്ല. കാസ്ക്ലോ പിന്നെ മഞ്ഞ പൂക്കൾ അറിയാലോ, വീടൊക്കെ നിറഞ്ഞ് മൂടിക്കിടക്കും. അങ്ങനെയാണ് കാസ്ക്ലോ. നമ്മുടെ അടുത്ത് കയറി വരുന്നുണ്ട് ഓടയിലേക്ക് നിറച്ച്. അപ്പൊ അത് ഈ വർഷം പൂവിടുമ്പോൾ ഞാൻ അതിന്റെ വീഡിയോ എടുക്കാം. മണിമുല്ല ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നിറച്ച് പൂക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെയൊക്കെയാണ്. പിന്നെ കമേല അറിയാലോ, അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ കമേലിയ. വഴക്കൂടുവോ? തള്ളി മാറ്റുന്നത് എന്തിനാ? അതെന്തിനാ അവിടെ ഇരുന്നപ്പോ 2 പേർ കൂടി? അങ്ങനെയാണ്. അപ്പൊ ഞാനെന്നാ പാക്ക് ചെയ്യട്ടെ. ഞാൻ പാക്ക് ചെയ്ത് ചില ദിവസമൊക്കെ തലേദിവസം രാത്രി തന്നെ ഞാൻ ഇവിടെ വന്ന് എല്ലാം പാക്ക് ചെയ്ത് നോക്കും. ഇന്നലെ എനിക്ക് അതിന് സമയം കിട്ടിയില്ല. ഞാൻ ഫ്രിഡ്ജ് ക്ലീനിങ്ങും കിച്ചൺ ക്ലീനിങ്ങും ആയിരുന്നുണ്ട്. അതുകൊണ്ട് സമയം കിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ രാവിലെയായി. താഴെ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ ഇതും കൂടി പാക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ പോകാം. എന്താ പരിപാടി അവിടെ? അങ്ങനെയാണ്. ഇതിൽ ഒരാള് റിയോ, ഒരാള് ചിപ്പി. ആണോ പെണ്ണോ എന്നറിയില്ല. 2 പേർക്ക് അങ്ങനെ പേരിട്ടേക്കാണ്. ഒരെണ്ണം കുഞ്ഞാണ്, 1 month ആയിട്ടുള്ളൂ. അതിന് നമ്മൾ ഹാൻഡ് ഫീഡ് കൊടുക്കും. മറ്റതെല്ലാം കഴിച്ചു തുടങ്ങി. എന്നാലും ഇതിന് കൊടുക്കുമ്പോൾ അതിന് കുശുമ്പോ. അപ്പൊ അത് വേണം, അതും കഴിക്കും. അപ്പൊ ഞാൻ ആപ്പിളും പേരയ്ക്കയും കൂടി നമ്മുടെ ചോപ്പറിൽ നല്ല നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പൊ അതും കൂടി ഞാൻ തീറ്റിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും നാള് നട്ട്സും അങ്ങനത്തെ കുഞ്ഞു അവരുടെ തീറ്റ ഉണ്ടല്ലോ, അതേപോലത്തെ ആയിരുന്നു. പംകിൻസ് ഇതൊക്കെ. എന്നെ കടിക്കുന്നെന്തിനാ? അവളെ എന്തിനാ ഉപദ്രവിക്കുന്നേ? അതെന്തൊരു സുഖേടാ. നീ ഇവിടെ വാ. നിനക്ക് ഇപ്പഴും ഇരിക്കാലോ. ഇവിടെ ഇരുന്നോ. അവിടെ സ്ഥലം ഉണ്ടല്ലോ. പിന്നെ എന്നാ അല്ലേ ചിപ്പി? അമ്മേന്റെ പൊന്നല്ലേ ചിപ്പി? കുഞ്ഞല്ലേ, മുത്തല്ലേ അല്ലേ? അവൾ എന്തിനാ കുശുമ്പൂത്തണ? കൊച്ചിനോട് എന്തിനാ അവള് കുശുമ്പൂത്തണേ? ഇതേ അരിച്ചരിച്ച് തന്നെ ഉണ്ടോ? അതിനപ്പുറം ഇരുന്നാ മതി. അതിന് പകരം മണ്ണുണ്ടോ? കുശുമ്പ് വന്നിട്ട് ഇതിന് തള്ളി മാറ്റാൻ നോക്കും. അതിന് നമ്മൾ കെയർ ചെയ്യുന്ന ഇഷ്ടമില്ല. ഇതിനോട് മിണ്ടിക്കൊണ്ടിരിക്കണം. കുറെ നേരം നമ്മൾ ഇതിനോട് മിണ്ടിയില്ലെങ്കിൽ ഇത് കവളത്തൊന്ന് ഇങ്ങനെ തോണ്ടും എന്റെ ചുണ്ട് വെച്ചിട്ട്. അങ്ങനെയൊക്കെയാണ്. ഭയങ്കര സാധനമാണ് നമ്മുടെ റിയോ കുട്ടൻ. കണ്ടോ, കുത്തിക്കണിച്ചാണോ വന്നിരിക്കുന്നുണ്ടോ? എന്നിട്ട് ഇങ്ങനെ നമ്മൾ കവിളും കൊണ്ട് ഇങ്ങനെ ഇട്ട് അരസിയിട്ടുണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ ചെയ്യും. ഒരു തരം ഡാൻസ് പോലെ. കുറച്ചു നേരം സ്നേഹപ്രകടനം. അത് കഴിയുമ്പോൾ അതിനോട് കുശുമ്പ് തുടങ്ങും. ഇതിനോട് മിണ്ടിക്കൊണ്ടിരിക്കണം അല്ലേ? അല്ലപ്പോ ആണും പെണ്ണും ആയാൽ മതിയായിരുന്നു. എന്നാൽ ജോഡിയായനെ. കുഞ്ഞാണ്, അരിമ്പാണ്. എന്നാലും ഓക്കെ. അന്ന് ഇനിയിപ്പോ ഞാൻ പാക്ക് ചെയ്യട്ടെ. പാക്ക് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. നമുക്ക് ഒത്തിരി ചെടികൾ ഇവിടെയാണ് ഞാൻ ചെടികളെല്ലാം കൊണ്ടുവച്ചേക്കുന്നത്. വിൽക്കാനുള്ള ചെടികളൊക്കെ കുറെയൊക്കെ. ബാക്കി താഴെയും കുറെ ഉണ്ട്. അങ്ങനെയാണ്. ഇതാകുമ്പോൾ എനിക്ക് സൗകര്യം. രാത്രിയാണെങ്കിൽ വന്നൊന്ന് പാക്ക് ചെയ്യാമല്ലോ കുറേ ഉള്ള ദിവസം. അപ്പൊ ഇവിടെ നനയ്ക്കാനുള്ള പൈപ്പും സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് വെള്ളം പിടിച്ചിട്ട്, ബക്കറ്റിൽ നിന്ന് വെള്ളം പിടിച്ചിട്ട് എനിക്ക് ഈ ചെടികളൊക്കെ നനച്ചു കൊടുക്കാം. ഇവിടെ കുറേ ചെടികളുണ്ട് കേട്ടോ. കുറെ ചെടികൾ ഞാൻ വളർത്തുന്നുണ്ട്.
എങ്ങനെയാണ്, അടിപൊളിയാണ്. ഈ ഏരിയ ഭയങ്കര പീസ്ഫുൾ ഒരു പാരഡൈസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് വന്നിരിക്കാൻ എന്ത് രസമാണ് ഇവിടെ. മഴയൊക്കെ ഉള്ളപ്പോൾ പറയും വേണ്ട, നമ്മുടെ താഴെ തോട്ടത്തിലേക്ക് ഭയങ്കര വൻ മരങ്ങൾ നിൽപ്പുണ്ട്. അങ്ങനെ പിന്നെ ആകാശം കാണാം, അത് രണ്ടും കൂടി തെങ്ങും കവുങ്ങും ഒക്കെയും കൂടി. അപ്പൊ ഈ വ്യൂ ഭയങ്കര രസമാണ്. മഴ പെയ്യുമ്പോൾ എന്ത് രസം ഇവിടെ വന്ന് നിൽക്കാന്നറിയോ. പിന്നെ ഈ ആസ്പെറ്റോസ് ഇതിന്റെ ഈ സൈഡ് മുകളിൽ, അപ്പൊ അതിലേക്ക് ഇങ്ങനെ വെള്ളം വീഴുന്ന ഭയങ്കര സൗണ്ടും കേൾക്കാം. എങ്ങനെ നല്ല രസമാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്തിനാ അവളോട് കുശുമ്പുത്തുന്നേ? എന്തിനാ കുശുമ്പുത്തുന്നേ? രണ്ടുപേരും നന്നായിട്ട് ഇണങ്ങിയിട്ട്, മറ്റേ ഹാൻഡ് ഫീഡ് ചെയ്ത് നമ്മളിപ്പോ ഇണക്കിക്കൊണ്ടിരിക്കുക. റിയോ കുട്ടൻ ഭയങ്കരമായിട്ട് നമ്മളോട് ഇണങ്ങിയേക്കുന്ന കേട്ടോ. എപ്പോ ഒന്നെങ്കിൽ നമ്മുടെ ഇവിടെ ചെവി അല്ലെങ്കിൽ മുടി ഇവിടെയൊക്കെ തൂങ്ങിക്കിടക്കണം. പിന്നെ ചില സമയത്ത് എന്റെ മേത്തിരുന്നോണ്ട് ഫുൾ ജോലി. ഞാൻ നമ്മുടെ പൂച്ചക്കുഞ്ഞിനെ ഞാൻ റൂമിലിട്ട് പൂട്ടിയിട്ട് ഫുൾ ഈ വീട്ടിലെ ജോലികൾ, പുറത്തോട്ട് പോകില്ല, അകത്തെ ജോലികൾ ചെയ്യുമ്പോൾ എന്റെ ഉടുപ്പേ തൂങ്ങിക്കിടന്നോളും. ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഉടുപ്പേലിങ്ങനെ തൂങ്ങിക്കിടക്കും, ഉടുപ്പേൽ എവിടെയെങ്കിലും ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ജോലിക്ക് എന്റെ കൂടെ കൂടും. അങ്ങനെയാണ്. എന്റെ കമ്മല് ഇട കമ്മൽ എന്തിനാ പച്ചളണേ? കമ്മൽ എന്തിനാ പച്ചനെ? ഇനി അമ്മ പാക്ക് ചെയ്യട്ടെ, വിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാ ഇവര് പറയണേ? എന്തായിരിക്കും ഇവരുടെ ഭാഷ? എന്നായിരിക്കും ഇപ്പൊ ഇവര് പറയുന്നേ? എന്താ വെച്ച് ചിന്തിക്കുന്നേ ഇപ്പോ? എന്നാ ചിന്തിക്കുന്നേ? അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നാ ഞാൻ പാക്ക് ചെയ്യട്ടെ ഇനി. അപ്പൊ നമ്മുടെ ഷെമി എന്ന് പറയണേ എന്റെ മുടിയെല്ലാം നാശാക്കി ഇവര്. അപ്പൊ നമ്മുടെ ഷെമി എന്ന് പറയുന്ന പത്തനാപുരത്ത് നിന്നുള്ള കസ്റ്റമർ, എന്റെ മുടിയെല്ലാം ഇവർ രണ്ടുപേരും കൂടി നാശാക്കുക. പുള്ളിക്കാരി ഓർഡർ തന്നിരിക്കുന്ന ഗാർലിക് വൈൻ 2 എണ്ണം, മണിമുല്ല 2 എണ്ണം, റെങ്കൂൺ ക്രീപ്പർ 2 എണ്ണം, പിന്നെ ഷൂ പ്ലാന്റ്, അതായത് ലേഡി ഷൂ എന്ന് പറയുന്നത് യെല്ലോയും ഉണ്ട് റെഡും ഉണ്ട്. അടിപൊളിയാണ് അത് രണ്ടും. അപ്പൊ അത് 2 എണ്ണം വെച്ച്, അപ്പൊ എല്ലാം 2 എണ്ണം. അപ്പൊ 8, 2, 4, 6, 8 എണ്ണം. കുഞ്ഞിതിനെ ഞാനിവിടെ കൂട്ടിലിട്ട് നമ്മൾ വള്ളപ്പള ഇവിടെ ഇറക്കി നടത്തുള്ളൂ. അല്ലെങ്കിൽ കൊത്തുകൂടിയാലോ എങ്ങാനും, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം വന്നാലോ ഇവിടെയൊക്കെ ഉരുണ്ട് വീഴുവൊക്കെ ചെയ്ത്. ഇത് കുഞ്ഞാ 1 month ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന്റെ വാൽവിട്, അതിന്റെ വാല കടിച്ചോണ്ടിരിക്കുന്നതിനാ. അപ്പൊ ഇതിനെ ഞാൻ എപ്പോഴും കൂട്ടി വെക്കും. ഇത് കുഞ്ഞല്ലേ, 1 month ആയിട്ടുള്ളൂ. അപ്പം ഇതെങ്ങനെ ഉരുണ്ട് വീഴുവോ പടഞ്ഞു വീഴുവോ ഒക്കെ ചെയ്താലോ എവിടെയെങ്കിലും കയറിയിട്ട് അങ്ങനെ മറിഞ്ഞു വീണാന്നുള്ളത്. അതുമല്ല ഇതിനെ കൊത്തുവോന്നും അറിയത്തില്ല ഇല്ലാത്ത സമയത്തൊക്കെ. അതുകൊണ്ട് ഞാൻ ഇതിനെ കൂട്ടി തന്നെ വെക്കും. നമ്മൾ വരുമ്പോൾ കുറെ നേരം ഇങ്ങനെ എടുത്തു വിടും. അങ്ങനെയൊക്കെ. പിന്നെ തീറ്റ കൊടുക്കാൻ എപ്പോഴും വരും. അങ്ങനെയാണ്. ഇത് എനിക്കൊരു എക്സസൈസ്. താഴേന്ന് ഇവിടെ വരെ കയറി വന്ന് എല്ലാത്തിനും തീറ്റ കൊടുത്തിട്ട് പോകാന്നുള്ളത്. ഇത് പിന്നെ അല്ലാത്ത ഫുഡെല്ലാം തിന്നു തുടങ്ങി മിടുക്കനായി അറിയോ. അങ്ങനെയാണ്. ഈ വലുപ്പമുള്ള വലിയ ചെടികളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഗാർലിക് വൈൻ്റെ 2 എണ്ണം കേട്ടോ. ഒട്ടും മണ്ണ് കളയാതെ വേരോടുകൂടി ഈ ഒരു പാക്കറ്റോട് കൂടി തന്നെ ഞാൻ കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ചെടികൾ മേടിക്കുമ്പോൾ എനിക്ക് ഒത്തിരി ചെടികൾ നഷ്ടം വന്നിട്ടുണ്ട്. 3000-4000 രൂപയ്ക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് അവർ തരുന്നത് അവർക്ക് ലാഭത്തിന് വേണ്ടിയിട്ട് കൊറിയർ ചാർജ് കുറഞ്ഞ, നമ്മുടെ ഇത് 180 രൂപ കൊറിയർ ചാർജ് മേടിക്കും. എന്നിട്ട് ഇതിലെ മണ്ണ് മുഴുവൻ കളഞ്ഞിട്ട് ഒരു ഇച്ചിരിയെ മണ്ണെടുത്ത് വേരിന്റെ അടുത്ത് ഇങ്ങനെ ഉണ്ട കുത്തി ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇങ്ങോട്ട് അയക്കും. അപ്പൊ കിട്ടിയാ കിട്ടി, പോയാ പോയി. അങ്ങനെയാ. ആ രീതിക്ക് എനിക്ക് ഒത്തിരി നഷ്ടം വന്നിട്ടുണ്ട് അങ്ങനെ ചെടികൾ മേടിച്ചിട്ട്. പിന്നെ വിളിച്ചാൽ എടുക്കത്തില്ല, മിണ്ടത്തില്ല, അങ്ങനെ ആ ഒരു രീതി അവർ അവോയ്ഡ് ചെയ്ത് കളയും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ചെടികൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നെവർ മൈൻഡ്. അങ്ങനെയൊക്കെയായിരുന്നു. എനിക്കങ്ങനെ ഒത്തിരി നഷ്ടം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഇങ്ങനെ നമ്മൾ പൈസ കൊടുത്തിട്ട് കൊറിയർ ചാർജും കൊടുക്കത്ത് എന്നിട്ട് വന്നു കഴിയുമ്പോൾ ചെടി വേരുമില്ല, പിടിക്കത്തുമില്ല. ഇങ്ങോട്ട് വാ. അവളെ ഉപദ്രവിക്കാൻ വേണ്ടി അവളുടെ കൂട്ടിന്റെ അടുത്ത് പോയിരിക്കാം. എന്നിട്ട് അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ ചെടികൾ വെക്കുമ്പോൾ ചെയ്യുന്നത് ഈ ഒരു മണ്ണോടുകൂടി നമ്മൾ എങ്ങനെയാണോ മേടിച്ചു വെച്ചേക്കുന്നത് അതേ രീതിയിൽ തന്നെ ഞാൻ അയക്കുന്നത്. അപ്പം അങ്ങനെ എന്താ പറയാ, ഒത്തിരി കുറേ ചാർജ് ഞാനൊട്ട് മേടിക്കുന്നില്ല കേട്ടോ. ആ രീതിക്ക് തന്നെ വെയിറ്റ് ഉണ്ട്. ഈ മണ്ണും വേരും ഒക്കെ ആയിട്ട് ഈ കൂടോടുകൂടി തന്നെ കണ്ട വേരൊക്കെ പുറത്തോട്ട് ഇതായിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇതിൽ നിന്ന് മണ്ണ് ഇളക്കി മാറ്റുമോ ഉണ്ട കുത്തോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഇങ്ങനെ തന്നെയാണ്. ഇതുപോലെ 8 ചെടി ഞാൻ ഇതുപോലെ തന്നെ പാക്ക് ചെയ്തിട്ട് കേട്ടോ. വലിയ വലിയ ചെടികളാണ്. എന്തായാലും ഉറപ്പായിട്ടും പിടിച്ചു കിട്ടുന്ന ചെടികളാണ്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നഷ്ടം വന്നപ്പോ ഇത് കരിഞ്ഞ് ഉണങ്ങി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എനിക്ക് അപ്പൊ തന്നെ നിങ്ങൾ തുറക്കുമ്പോൾ തന്നെ വീഡിയോ എടുക്കണം. വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചത് ഞാൻ രണ്ടാമതും കഴിച്ചു തരുകയും ചെയ്തിട്ട് ഡാമേജ് ആയി പോയെങ്കിൽ പിടിച്ച് ഇതുപോലെ ഫ്രഷ് ആയി കിട്ടിയിട്ട് പിന്നെ പിടിച്ച് കിട്ടിയില്ലെങ്കിൽ എന്നോട് ചോദിക്കല്ലേ. അങ്ങനെയല്ല, അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. വരുന്നവരെ കിട്ടുന്നവരെ ഇതുപോലെ നല്ല പച്ചപ്പോട് കൂടി ആരോഗ്യത്തോടു കൂടി ഇല്ലെങ്കിൽ എനിക്ക് വീഡിയോ ക്ലിപ്പ് എടുക്കുക. അപ്പൊ തന്നെ പൊട്ടിക്കുമ്പോൾ മുതലേ ഉള്ളത് എടുത്ത് കാണിക്കുക. അങ്ങനെ കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ വേഗം ഇനി പാക്ക് ചെയ്തിട്ട് കേട്ടോ. ഇവിടെ നമ്മുടെ എക്സസൈസ് മെഷീനും കൂടി കൊണ്ടിട്ടുണ്ട്. നല്ലതാണ് കേട്ടോ സൈക്ലിംഗ് പോലെയുള്ളത്. പക്ഷെ വല്ലപ്പോഴും ഒക്കെ ഞാൻ വന്ന് ചെയ്യും. എപ്പോഴും സമയം കിട്ടില്ല. എന്നാലും അവർക്ക് തീറ്റ കൊടുക്കാൻ വരുമ്പോൾ കുറച്ചു നേരം ഒരു 10 മിനിറ്റ് എങ്കിലും ഞാനിത് ചവിട്ടിയിട്ട് പോകട്ടോ. അത്രയെങ്കിലും കാലിനും ഒക്കെ ഉപകാരമാവില്ലേ. അങ്ങനെയൊക്കെയാണ്. എന്താ അവിടെ വന്ന് തോന്നി. എന്താ അമ്മേന്റെ കൂടെ പാക്ക് ചെയ്യാനാണോ?
ഒരു മഞ്ഞ്, ഒരു മഞ്ഞ്, ഒരു മഞ്ഞ്. എന്തു വൃത്തിയാന്നറിയോ, എത്ര നേരമോ കുളിക്കുന്നതെന്നറിയോ. ഞാൻ 2 പാത്രത്തിൽ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി കൂടുതൽ വെക്കരുത്, എന്നാലും ഓക്കെ. എന്തൊരു വൃത്തിയാണോ, എപ്പ നോക്കിയാലും ചേട്ടത്തിക്ക് കുളിയാ. അത് ഫുള്ള് ആദ്യം മുഖം എല്ലാം കഴുകും, അതുകൊണ്ട് ഒരു സ്മെല്ലും ഇല്ല, ഒന്നുമില്ല, ഭയങ്കര വൃത്തിയാണ് കേട്ടോ. എന്നിട്ട് ബോഡി ഫുള്ള് ആ വെള്ളത്തിൽ ഇട്ട് കുളിക്കും. ഞാൻ ഓർക്കണേ ഇവിടെ പൊരിഞ്ഞ മഴ പെയ്യുമ്പോ നമുക്ക് തന്നെ കുളിക്കാൻ മടിയാ. അപ്പൊ നോക്കുമ്പോ ഇത് കിടന്നുകൊണ്ട് കുളി എപ്പോ നോക്കിയാലും എന്തൊരു വൃത്തിയാന്നറിയോ. അപ്പൊ ഇത് കുളിക്കുന്നാണ്ട് അതും അതുപോലെ തന്നെ പഠിച്ചോളും. ഭയങ്കര നീറ്റ് ആൻഡ് റെഡി ആട്ടെ ഇവര്. അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഭയങ്കര ഹാപ്പി. ഇവർ ഇത്രയും വലിയ ഏരിയ ആണ് കേട്ടോ ഇത്. നമ്മുടെ വീടിന്റെ അത്രയും നീളം ഒരു വരാന്തയാണിത്, വീതിയുള്ള വരാന്ത. അപ്പൊ ഞാൻ ഇവിടെ നിറച്ച് ചെടികൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് ഇവരുടെ ഒരു രാജ്യം പോലെ തന്നെ തോന്നൂല്ലോ, നിറച്ച് ചെടികള്, വെള്ളം, അങ്ങനെയൊക്കെ. ഇതിന് കൂട്ടിയിടുന്നില്ലല്ലോ, അത് വളരാൻ വേണ്ടിയിട്ടാ. 1 മാസത്തോടെ കഴിയുമ്പോഴത്തേക്ക് അതിനെ നമ്മൾ ഇതുപോലെ തന്നെ പറപ്പിച്ചു വിടും. അങ്ങനെയാണ്. പിന്നെ താഴോട്ടൊക്കെ കൊണ്ടുവരും എപ്പോഴും പണിയെടുത്ത് നടക്കുമ്പോൾ. അങ്ങനെയാണ്. പിന്നെ ഫുൾ ടൈം താഴേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇവരെവിടെ എപ്പോഴും അപ്പിടാന്ന് പറയാൻ പറ്റില്ലല്ലോ, അങ്ങനെ സ്വഭാവമുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഈ ഭാഗം ഇവർക്ക് കൊടുത്തേക്ക് വേണം. ഇരിക്കുന്നതും നോക്കുന്നതും ഒക്കെ നല്ല വൃത്തിയായി. ഇവർക്ക് ഒരു സ്മെല്ലും ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല, ഭയങ്കര വൃത്തി. പൊന്നല്ലേ അമ്മന്റെ പൊന്നല്ലേ. എന്തൊരു മൈൻഡ് റിലാക്സേഷനാണ് നമുക്ക് ഇവരുടെ അടുത്ത് വന്നിരുന്നാന്നറിയോ. ഈ കുഞ്ഞു ചിലയൊക്കെ കേട്ട് പിന്നെ നമ്മളെ ഇവരിങ്ങനെ എന്താ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നതാണോന്ന് എനിക്കറിയത്തില്ല, എന്നാലും ആ ഒരു രീതി ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ. അങ്ങനെ അപ്പൊ നമുക്ക് ഭയങ്കര മൈൻഡ് റിലാക്സേഷനാണ് ഇവരോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിങ്ങനെ വന്നിരുന്നാല്. എന്ത് രസമാണെന്നറിയോ. ഇനി ഇവിടെ മുഴുവൻ പച്ചപ്പല്ലേ. പിന്നെ ഞാനിവിടെ ഇങ്ങനെ ഒരു ചവിട്ടി ഇട്ടിട്ടുണ്ട് നീളത്തിലെ ചുമപ്പ് രീതിയിൽ. പിന്നെ നിറച്ച് കല്ലുകൾ പാകി ഇട്ടിട്ടുണ്ട് ആ രീതിക്കടെ. നല്ല രസമാണ് ഈ ഏരിയ കാണാന്. പക്ഷെ ഇവിടെ വെട്ടത്തിന്റെ കുറവുണ്ട്, അതുകൊണ്ട് എനിക്ക് ഷൂട്ടിംഗ് ഒന്നും നടക്കൂല. കയറിയിരിക്കുന്നുണ്ട് ഇങ്ങനെ എത്ര മണിക്കൂർ വേണേ ഇങ്ങനെ മുടിക്കകത്ത് കയറിയിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഉടുപ്പേ തൂങ്ങി ഇങ്ങനെ നമ്മുടെ കൂടെ എല്ലാ ജോലിയും ചെയ്യാൻ നടക്കുക. അങ്ങനെയാണ്. പിന്നെ ഇതിൽ പറന്നങ്ങ് എൻജോയ്മെന്റാ, ഭയങ്കര എൻജോയ്മെന്റാ. ഞാൻ 1-2 സാധനം ഇവിടെ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവർക്ക്. ഇപ്പൊ ഞാൻ വെള്ളമൊക്കെ വെക്കുന്ന പാത്രങ്ങളിൽ, അതല്ലാതെ തൂക്കിയിടാൻ പാകത്തിന് വെള്ള ഇങ്ങനെ ഫീഡിങ് പാത്രങ്ങളില്ല, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വരുമായിരിക്കും ഇപ്പൊ. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നമ്മുടെ പക്ഷികളുടെ ലോകം. ഇത് ബേർഡ് പാരഡൈസ് ആണ് അവരുടെ. പിന്നെ നമ്മുടെ ഗാർഡനും കൂടി, കുഞ്ഞൊരു ഗാർഡൻ ഇവിടത്തെ ഈ സൈഡ്. കൊറിയറൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് പിന്നെ ഞാൻ കറി വെക്കുന്ന പരിപാടിയിലേക്ക് തിരിഞ്ഞു. നമ്മുടെ തന്നെ പറമ്പിൽ കുറേ പച്ചക്കറികളുണ്ട്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല. അപ്പൊ നല്ല ചാരക്കുമ്പളങ്ങ വിളഞ്ഞു നിൽപ്പുണ്ട് കേട്ടോ. കോഴിക്കുട്ടി തന്നെ വീണ് മുളച്ചേക്കുന്നതാണ്. ഞാൻ നട്ടതുമല്ല, പക്ഷെ നിറച്ചുണ്ടായിട്ടുണ്ടായിരുന്നു. കുറേ ഞാൻ പറിച്ചു. അപ്പൊ ഇപ്പം ചാരക്കുമ്പളങ്ങ കേട്ടോ, മൂക്കും തോറും ഇതിന് ചാര കളറാകും. ഇത് അത്ര മൂത്തിട്ടൊന്നുമില്ല, എന്നിട്ട് തന്നെ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ ഇത് ഒരെണ്ണം പറിക്കാം. കുമ്പളങ്ങയാണ് വെജിറ്റബിൾ ഏറ്റവും നല്ലത് കൂട്ടുകാരെ. കൊളസ്ട്രോൾ കുറയും, നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണമുള്ള സാധനമാണ് കുമ്പളങ്ങ എന്ന് പറയുന്നത്. എപ്പോഴാണെങ്കിലും മേടിച്ച് തോരൻ വെക്കാനും കൊള്ളാട്ടോ. തടിയൊക്കെ കുറയാനും ചീത്ത കൊളസ്ട്രോൾ കുറയാനും ബെസ്റ്റ് ആണ്. ഞാൻ മോരില് കറി വെക്കുകയാണ്, മോരില് ഇത് ഇട്ടിട്ട്. അങ്ങനെ മോര് കുമ്പളങ്ങയും കൂടി അടിപൊളിയാണ്. തേങ്ങ അരച്ചിട്ട് കറി വെക്കും. അപ്പം അങ്ങനെ. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ ഈ ഒരെണ്ണം അങ്ങ് പറിക്കാം, എന്നിട്ട് ഹാഫ് കറി വെക്കാം, ഹാഫ് തോരൻ വെക്കാം. അങ്ങനെ ഓർത്തു. പിന്നെ നമുക്ക് ഇവിടെ കുറെ കപ്പളം അതിനെന്താ പറയുന്നത്, നമ്മള് പപ്പായ നട്ടിട്ടുണ്ട്. ഒരു 10-15 പപ്പായ മരം ഉണ്ട് കേട്ടോ നമുക്ക് പറമ്പില്. അപ്പൊ അത് നിറച്ച് കാച്ചി കിടപ്പുണ്ട്. അത് ചിലതൊക്കെ ഇങ്ങനെ പിന്നെ നാശമായി പോകുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു പൂപ്പൽ പോലെ വന്നിട്ട്, പൂപ്പൽ ബാധ വന്നിട്ട് ഈ ഒരു കപ്പളം മുഴുവനും കൂടി പോയി ഒരു 1000 കണക്കിന് കപ്പളങ്ങ നമുക്ക് തന്നാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 3-4 കൊല്ലമൊക്കെ നിൽക്കും കപ്പളം. പക്ഷെ ഇത് ഈ ഒരു കൊല്ലം കൊണ്ട് തന്നെ വളർന്നു വന്നു ഉണ്ടായി അങ്ങനെ നാശം. ഇതുപോലത്തെ ഒരു പൂപ്പല് പിടിച്ചേക്കും അതിന്. അപ്പൊ അത് അതിന്റെ അപ്പുറത്തേക്ക് ഉള്ളതിന് ചെറുതായിട്ട് പിടിക്കുന്നുണ്ടോ സംശയമുണ്ട്. അതിൽ നിറച്ചുണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ അതിൽ നിന്ന് പറിക്കാറുണ്ട്. അങ്ങനെയാണ്. കപ്പളവും നമ്മൾക്ക് മോരൊഴിച്ച് കറി വെക്കാൻ അടിപൊളിയാണ്. കപ്പളത്തിനൊക്കെ വളരെ കുറച്ച് വിലയുള്ളൂ. ഒരു 10-12 നമ്മൾ പറമ്പിൽ നട്ടേക്കുവാണെങ്കിൽ ആ വർഷം മുഴുവൻ നമുക്ക് കിട്ടും. 3-4 വർഷം ഇവർക്ക് ആയുസ് ഉണ്ട്. അങ്ങനെയാണ്. പിന്നെ നമ്മൾ കൊറിയർ കൊടുക്കാൻ പോയപ്പം അവിടെ ഒരു ബേക്കറി ഉണ്ട്. അവിടെ കയറിയിട്ട് ഞാൻ കുറച്ച് ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ മേടിക്കൂട്ടോ, എന്തെങ്കിലും ചായക്കടികൾ മേടിക്കുക. കേക്കൊന്നും മേടിക്കാറില്ല കേട്ടോ. അങ്ങനെ ക്രീം കേക്കുകളും വല്ലപ്പോഴും പണ്ടൊക്കെ മേടിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഷുഗർ കട്ടാണ്. അപ്പൊ ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കാത്ത ദിവസം ഇവിടുന്നൊക്കെ മേടിക്കാന്ന് ഓർത്തിട്ട് അങ്ങനെ മേടിക്കും. അല്ലെങ്കിൽ ഞാൻ പരിപ്പോടെ ഉഴുന്നോടെ അങ്ങനെയൊക്കെയാണ് മേടിക്കുക. രാത്രി ആയപ്പോൾ അശ്വിന്റെ അച്ഛമ്മ, അതായത് എന്റെ എക്സ് അമ്മായിയമ്മ, പിന്നെ നമ്മുടെ നല്ല നെയ്ച്ചോറും കോഴിയും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിട്ടുട്ടോ, നമ്മളും കൊടുത്തു വിടും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ കണ്ടിട്ട് തന്നെ നല്ല ടേസ്റ്റ് തോന്നി. പക്ഷെ ഞാൻ ഓൾറെഡി വാള മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. വാള ഞാൻ ക്രേസ് എനിക്കിപ്പോ കുറെ കാലമായിട്ട്. അപ്പൊ വാള മീനും പിന്നെ നമ്മുടെ പപ്പായയും ചെറുപയറും കൂടി തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അത് കഴിക്കാനുള്ള, ചോറും കറിയും കഴിക്കാനുള്ള ഒരു മൂഡായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ ഇത് അങ്ങ് അടച്ചു വെക്കാം, നാളെ ഉച്ചയ്ക്ക് ഇത് കഴിക്കാം. അശ്വിൻ ഇത് കഴിക്കാൻ വേണ്ടി താഴേക്ക് പോയേക്കുവാണ്. അപ്പൊ എനിക്ക് കൊടുത്തും വിട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ്. അപ്പം ഇനിയിപ്പോ വൈകുന്നേരം ഓൾറെഡി ഞാൻ ഡിന്നറൊക്കെ കറികളും ചോറൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ഇത് എടുത്തു നോക്കുകയാണെങ്കിൽ നാളെ ഉച്ചത്തേനെ കുശാലായിട്ട് കഴിക്കാം. പിന്നെ ഫ്രൂട്ട്സ്, ഡിന്നറിൽ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ഉണ്ടാക്കുക, കഴിക്കുക. ഡിന്നർ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് സുഭിക്ഷമായിട്ട് കഴിക്കണം. കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കും, പക്ഷെ
ഇങ്ങനത്തെ കുറേ അൽക്കുലത്ത് കറികളെല്ലാം ഉണ്ടാക്കും. 2-3 തോരനൊക്കെ ഉണ്ടാവും ചില ദിവസം, ചമ്മന്തി അങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് അശ്വം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പപ്പായയുടെ കുറെ ലേബൽ ഒട്ടിക്കാനുണ്ടായിരുന്നു. സോപ്പ് കേട്ടോ, നല്ല സോപ്പാണ്, നല്ല വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കുന്നതാണ്, അടിപൊളിയാണ്, മൊരിയത്തേ ഇല്ല നിങ്ങളുടെ ബോഡി, അടിപൊളിയാണ്, നിങ്ങൾ എന്തായാലും മേടിക്കണം. അപ്പൊ അതിന്റെ കുറെ ലേബൽ നമുക്ക് ഒട്ടിക്കാനുണ്ടായിരുന്നു. ലേബലൊക്കെ ഡിസൈൻ ചെയ്ത് നമ്മുടെ അശ്വം കൊച്ചാണ് കേട്ടോ. അപ്പൊ അതെല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്ക് എന്താ ഇനി വിശേഷങ്ങളൊന്നുമില്ല. ഇനിയിപ്പോ നേരെ കിടന്നുറങ്ങണം. കുറെ കാര്യങ്ങൾ നാളത്തേന് പ്ലാൻ ചെയ്തേക്കണം. കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ കുറെ വിശേഷങ്ങൾ പറയാം. അപ്പൊ ശരി കൂട്ടുകാരെ, ലൈക്ക് വേണം, കമന്റ് വേണം, എന്തായാലും കമന്റ് വേണം കേട്ടോ. നോക്കിയിരിക്കുവേ, മറക്കല്ലേ.